പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് 2026 ഫെബ്രുവരി മാസം 28 ലാസ്റ്റ് ഡേ ഓഫ് ദ മന്ത്. ഹല്ലേലൂയ. ഈ മാസത്തിൻ്റെ അവസാനത്തെ ദിവസം കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കാൻ, കർത്താവിനെ സ്തുതിപ്പാൻ, കർത്താവിനെ ആരാധിപ്പാൻ, പ്രാർത്ഥിക്കുവാൻ, കർത്താവിൻ്റെ വചനം കേൾക്കുവാൻ നമുക്ക് ലഭിക്കപ്പെട്ട ഈ നല്ല അവസരത്തിനായിട്ട് കർത്താവിനെ നമുക്ക് കരങ്ങളെ ഉയർത്തി സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 സ്തോത്രം. കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ കർത്താവ് നമ്മളെ കാത്തു പരിപാലിച്ചല്ലേ. എത്ര അത്ഭുതകരമായിട്ടാണ് സൂക്ഷിച്ച. കരങ്ങളെ ഉയർത്തി കർത്താവിനോട് നന്ദി പറഞ്ഞ് സ്തോത്രം 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 സ്തോത്രം. രാത്രികാലം നല്ല ഉറക്കം തന്നതിനായിട്ട് കരങ്ങളെ ഉയർത്തി കർത്താവിന് സ്തോത്രം പറഞ്ഞാട്ട് സ്തോത്രം 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 സ്തോത്രം. ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ ഈ പ്രഭാതത്തിൽ നമ്മളെ ഉണർത്തിയതിനായിട്ട് കർത്താവിന് സ്തോത്രം ചെയ്താട്ടെ. സ്തോത്രം 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 സ്തോത്രം. ഈ പകൽക്കാലം ക്രിസ്തുയേശുവിൽ നമ്മളെ ജയോത്സവമായി നടത്തുന്ന ദൈവത്തിന് ആമേൻ. സ്തോത്രം 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 സ്തോത്രം. യഹോവ നല്ലവനല്ലോ, കർത്താവിൻ്റെ ദയ ഇന്നും എന്നേക്കുമുള്ളത്. യഹോവ നല്ലവനല്ലോ, അങ്ങയുടെ ദയ ഇന്നും എന്നേക്കുമുള്ളത്. കർത്താവെ, ഇന്നലത്തെ ദിവസം ഞങ്ങളെ അനുഗ്രഹിച്ചതിന് സ്തോത്രം. ഇന്നലത്തെ മീറ്റിങ്ങുകളെ അനുഗ്രഹിച്ചതിന് സ്തോത്രം. അങ്ങ് ചെയ്ത എല്ലാ പ്രവൃത്തികൾക്കായിട്ടും സ്തോത്രം. അങ്ങയുടെ ഇടപെടലുകൾ ഞങ്ങളുടെ നടുവിൽ വെളിപ്പെട്ടതിനായിട്ട് സ്തോത്രം ചെയ്തു. അപ്പം ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. കർത്താവെ, അങ്ങേക്ക് സ്തോത്രം, അങ്ങേക്ക് സ്തോത്രം. ഈ മാസത്തിൻ്റെ ഈ 28 ദിവസം വരെയും അങ്ങ് ഞങ്ങളെ അത്ഭുതകരമായി നടത്തിയതിന് സ്തോത്രം. ഓരോ ദിവസത്തിനായിട്ട് ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. സ്തോത്രം 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 സ്തോത്രം. ഞങ്ങളുടെ ഓരോ ആവശ്യങ്ങളിലും അങ്ങ് കൂട്ടായിട്ടിരുന്നതിനായിട്ട് സ്തോത്രം 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 സ്തോത്രം. അനർത്ഥങ്ങളിൽ നിന്ന് വിടുവിച്ചതിന് സ്തോത്രം, രോഗങ്ങളിൽ നിന്ന് വിടുവിച്ചതിന് സ്തോത്രം. ഞങ്ങൾക്ക് ആവശ്യമായ നന്മകൾ തന്ന് കഴിഞ്ഞ ഒരു മാസക്കാലം ഞങ്ങളെ അത്ഭുതമായി നടത്തിയതിന് സ്തോത്രം. ഈ അനുഗ്രഹിക്കപ്പെട്ട സമയത്ത് അങ്ങയുടെ മുഖത്തേക്ക് നോക്കി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. കർത്താവേ, അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. അങ്ങ് നല്ലവനാകുന്നു, അങ്ങ് വിശ്വസ്തനാകുന്നു, അങ്ങ് കരുണയും കൃപയും ഉള്ളവനാകുന്നു, അങ്ങ് ദീർഘക്ഷമയുള്ളവനാകുന്നു. അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു, അങ്ങേക്ക് നന്ദി പറയുന്നു, നന്ദി പറയുന്നു, നന്ദി പറയുന്നു. താങ്ക് യു ലോർഡ്. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിനായിട്ട് സ്തോത്രം. ഞങ്ങൾ ഒരുമിച്ച് ഈ മാസത്തിൻ്റെ അവസാന ദിവസത്തിൻ്റെ ആമേൻ ആരംഭയാമത്തിൽ അങ്ങയെ നന്ദിയോടെ സ്തുതിക്കുന്നു. ഈ ദിവസത്തിനായിട്ട് സ്തോത്രം. അപ്പോൾ ഇന്ന് ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കും. ഓരോരുത്തരെയും ഞാൻ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ രക്തം ഇവരുടെ മേൽ മുദ്ര വെച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, പരിശുദ്ധാത്മാവിൻ്റെ വലിയ ശക്തി ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഇവരുടെ മേൽ വ്യാപരിക്കട്ടെ. ഇതുവരെ അനുഭവിക്കാത്തതുപോലുള്ള പരിശുദ്ധാത്മ സാന്നിധ്യം, ദൈവ സാന്നിധ്യം കർത്താവെ നിൻ്റെ കുഞ്ഞുങ്ങൾക്ക് അനുഭവിക്കുവാൻ കർത്താവ് കൃപ കൊടുക്കണം. പ്രത്യേകമായിട്ട് കർത്താവിൻ്റെ പ്രത്യേക പ്രൊട്ടക്ഷൻ കൊടുക്കണം. രോഗികളായി ആരെങ്കിലും കേൾക്കുന്നുവെങ്കിൽ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ. എസ്പെഷ്യലി റൈറ്റ് ഷോൾഡറിൻ്റെ താഴ്ഭാഗത്തുള്ള വേദന യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ. ഹല്ലേലൂയ. സ്തോത്രം. നസ്രനായ യേശുവിൻ്റെ നാമത്തിൽ ആ വേദന വിട്ടുപോകട്ടെ. അതുപോലെ കർത്താവെ, ഈ പ്രഭാതത്തിൽ ഈ ശബ്ദം കേൾക്കുന്ന ഓരോരുത്തരും ശക്തി പ്രാപിക്കട്ടെ, ആരോഗ്യം പ്രാപിക്കട്ടെ, രോഗം വിട്ട് ആമേൻ സ്വസ്ഥരായി തീരട്ടെ. നസ്രനായ യേശുവിൻ്റെ നാമത്തിൽ ഞാനിവരെ അനുഗ്രഹിക്കുന്നു. അതുപോലെ സാമ്പത്തിക ആവശ്യങ്ങളിലൂടെ കടന്നു പോകുന്നവരുണ്ട്. ഈ മാസം തീരുമ്പോൾ ചില കാര്യങ്ങളൊക്കെ ചെയ്തു തീർക്കാനുള്ളവരുണ്ട്. ഞങ്ങൾ അവർക്ക് വേണ്ടിയൂടെ പ്രാർത്ഥിക്കുക. ഇന്ന് യേശുവിൻ്റെ നാമത്തിൽ ദൈവീകമായ ഒരു ഇടപെടൽ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകണം. കർത്താവേ, ഈ മാസത്തിൻ്റെ ലാസ്റ്റ് ദിവസം ചില ഫൈനാൻഷ്യൽ ഡോറുകൾ തൻ്റെ കുഞ്ഞുങ്ങളുടെ മുമ്പിൽ ഓപ്പൺ ആകട്ടെ. ആമേൻ. ആ കാര്യങ്ങളെ പൂർത്തീകരിപ്പാൻ, അവരുടെ മുമ്പിലുള്ള ചില ബാധ്യതകളെ പൂർത്തീകരിപ്പാൻ, ചെയ്തു തീർക്കുവാൻ തക്കവണ്ണം ഫൈനാൻഷ്യൽ എയ്ഡ് യേശുവിൻ നാമത്തിൽ ഉണ്ടാകട്ടെ. ഇന്ന് എക്സാം എഴുതുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് 10ലും 12ലും ബോർഡ് എക്സാംസ് നടക്കുന്നല്ലോ. ഇന്ന് എക്സാമുള്ള കുഞ്ഞുങ്ങളുണ്ടല്ലോ. ഞങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങളവരെ ബ്ലസ് ചെയ്യുന്നു. ദൈവിക ജ്ഞാനവും പരിജ്ഞാനവും ബുദ്ധിയും കൊടുത്ത് അനുഗ്രഹിക്കുന്നതിന് സ്തോത്രം. എല്ലാ സാമ്പത്തികമായ പ്രശ്നങ്ങളിൽ നിന്ന് വിടുവിച്ചതിന് സ്തോത്രം. കർത്താവെ, അതുപോലെ കർത്താവിൻ്റെ വേലയിലായിരിക്കുന്നവരെ അനുഗ്രഹിക്കണം. ആമേൻ. ആ സമുദ്രം വെള്ളം കൊണ്ട് നിറഞ്ഞു നിൽക്കുന്നത് പോലെ ഈ ഭൂമി അങ്ങയുടെ മഹത്വം കൊണ്ട് നിറയാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുക. ഞങ്ങളുടെ കൈകളെ ഉയർത്തി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ലോകവ്യാപകമായി അങ്ങയുടെ മഹത്വത്താൽ നിറയപ്പെടട്ടെ. അങ്ങയുടെ വലിയൊരു ഉണർവുണ്ടാകട്ടെ. പ്രാർത്ഥന കേട്ടതിനായിട്ട് സ്തോത്രം. നാളെ മുതൽ തുടങ്ങുന്ന 3 ദിവസത്തെ ഉപവാസ പ്രാർത്ഥന ഞങ്ങളുടെ എല്ലാവരുടെയും ജീവിതത്തിൽ അനുഗ്രഹത്തിന് കാരണമായി തീരണം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ ആമേൻ ആമേൻ. കർത്താവ് നിങ്ങളെല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. എസ്പെഷ്യലി നാളെ മാർച്ച് മാസം 1 തീയതിയാണ്. ആമേൻ. ദൈവ സാന്നിധ്യത്തെ സ്നേഹിക്കുന്ന എല്ലാവരും നാളത്തെ മീറ്റിങ്ങിൽ പങ്കെടുക്കണം. വൈകിട്ട് ഇവിടുത്തെ സമയം 6:30, ഇന്ത്യൻ സമയം
9 മണിക്കുമാണ് മീറ്റിംഗ് ആരംഭിക്കുന്നത്. അതിനുശേഷം 1, 2, 3 ദിവസത്തെ ഉപവാസ പ്രാർത്ഥന. നാളെ നമ്മൾ പ്രധാനമായിട്ട് ഫോക്കസ് ചെയ്യുന്നത് കഴിഞ്ഞ മാസം ഫെബ്രുവരിയിൽ നടത്തിയ കർത്താവിന് സ്തോത്രം പറയുവാനും പുതിയ മാസത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനും. അത് കഴിഞ്ഞിട്ടുള്ള ദിവസങ്ങളും ഉപവാസ പ്രാർത്ഥന, നാളെ ഉപവാസ പ്രാർത്ഥനയാണ്. അപ്പം സമയം ശ്രദ്ധിക്കുക. ഇവിടെ ലോക്കൽ സമയം 6:30 ഇന്ത്യൻ സമയം 9 o'clock. എല്ലാവരും പങ്കെടുക്കുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പ്രത്യേകമായിട്ട് ഇന്ന് പ്രഭാതത്തിൽ പരിശുദ്ധാത്മാവ് തന്നിരിക്കുന്നത് വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 8-ാമത്തെ വാക്യമാണ്. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 8-ാമത്തെ വാക്യം. ഞാൻ നിൻ്റെ പ്രവൃത്തി അറിയുന്നു. എന്താ പറയുന്നത്? ഞാൻ നിൻ്റെ പ്രവൃത്തി അറിയുന്നു. ഇതാ, ഞാൻ നിൻ്റെ മുമ്പിൽ ഒരു വാതിൽ തുറന്നു വെച്ചിരിക്കുന്നു. അതാർക്കും അടിച്ചുകൂടാ. നിനക്ക് അല്പമേ ശക്തിയുള്ളൂ, എങ്കിലും നീ എൻ്റെ വചനം കാത്തു. ഹല്ലേലൂയ, സ്തോത്രം. എൻ്റെ നാമം നിഷേധിച്ചിട്ടുമില്ല. അപ്പോൾ ഇവിടെ നമ്മൾ പരിശുദ്ധാത്മാവ് ഫിലഡൽഫിയ സഭയോട് പറയുകയാണ്, ഒരു 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 ചെറിയ സഭയാണ്, വലിയ ശക്തരായ ആളുകളല്ല, പൊളിറ്റിക്കലി ഒന്നും പവർഫുള്ളല്ല, മെറ്റീരിയലി അവരത്ര റിച്ച് അല്ല, പക്ഷേ അവർ സ്പിരിച്വലി ഫെയ്ത്ത്ഫുള്ളായിരുന്നു. അവർ വലിയ ശക്തരല്ല, അവർക്ക് സാമ്പത്തികമായി വലിയ ശക്തിയിലുള്ളവരല്ല, മാനുഷികമായ പവറിലൊന്നും ഉള്ളവരല്ല. പക്ഷേ അവരുടെ പ്രത്യേകത തന്നെ, അവർ ദൈവസന്നിധി വിശ്വാസത്തിൽ വിശ്വസ്തരായിരുന്നു. അവിടെ 3 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് പറഞ്ഞത്. ഒന്നെന്ന് പറഞ്ഞ് അവരുടെ മുമ്പിൽ ദൈവം ഒരു വാതിൽ തുറന്നു വെച്ചിരിക്കുന്നു. അതാരാ തുറന്നത്? കർത്താവായിട്ട് അവർക്ക് ഓപ്പൺ ചെയ്ത വാതിലാണ്. അത് ദൈവമാണ് അവർക്കത് കൊടുത്തത്, കർത്താവ് കൊടുത്തതാണ്. അപ്പോൾ കർത്താവ് കൊടുത്തപ്പോൾ ഒരു കോമ്പറ്റീഷനും അവിടെ ഉണ്ടാകത്തില്ല. കർത്താവ് കൊടുക്കുമ്പോൾ ഒരു ക്രിറ്റിസിസത്തിനും അതിനെ ബ്ലോക്ക് ചെയ്യാൻ പറ്റത്തില്ല. കർത്താവ് തുറക്കുമ്പോൾ ഒരു പൈശാചിക മണ്ഡലത്തിനും അതിനെ അടയ്ക്കാനോ റിവേഴ്സ് ചെയ്യാനോ പറ്റത്തില്ല. എന്താണ് ഒരു വാതിൽ തുറന്നു വെക്കുക എന്ന് പറഞ്ഞാൽ? അതിൻ്റെ അർത്ഥം ദൈവം അവർക്കൊരു ഓപ്പർച്യൂണിറ്റി കൊടുത്തു. കർത്താവ് അവരെ മുൻപോട്ട് കൊണ്ടുപോകാൻ വഴികൾ തുറന്നു. കർത്താവ് അവരെ ഇൻഫ്ലുവൻസ് ഉള്ളവരാക്കി മാറ്റി. അവരുടെ മേൽ പ്രത്യേകമായ അസൈൻമെൻറ്റുകളെ പറഞ്ഞു. അതുമാത്രമല്ല, ദൈവം അവർക്ക് ഡിവൈൻ ആക്സസ്, സ്പെഷ്യൽ ഗ്രേസ് കൊടുത്തു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവർ ശക്തരായതുകൊണ്ടല്ല, അവർ മിടുക്കരായതുകൊണ്ടല്ല, പക്ഷേ അവർ ദൈവസന്നിധിയിൽ വിശ്വസ്തരായതുകൊണ്ടാണ് ദൈവം അവരുടെ മുമ്പിൽ വാതിൽ തുറന്നത്. ഇനി 2-ാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, അവർക്ക് അല്പമേ ശക്തിയുള്ളൂ, പക്ഷേ എന്നിട്ടും അവർ വിശ്വസ്തരായിരുന്നു. ആമേൻ. അത് ഭയങ്കര ബലപ്പെടുത്തുന്നൊരു വാക്യമാണ്. അവർക്ക് അല്പശക്തിയേ ഉള്ളൂ. ആമേൻ. കർത്താവ് പറഞ്ഞില്ല, നിങ്ങൾ അങ്ങനെ ചെയ്തില്ല, ഇങ്ങനെ ചെയ്തില്ലെന്നല്ല പറഞ്ഞത്. ആമേൻ. കർത്താവ് പറഞ്ഞു, യെസ്, നിങ്ങൾ ബലഹീനരാണ്, നിങ്ങൾക്ക് അല്പമേ ശക്തിയുള്ളൂ, നിങ്ങൾക്ക് അല്പമേ ബലമുള്ളൂ, നിങ്ങൾ ശക്തരല്ല. എന്നിട്ടും അവരോട് കർത്താവ് പറയുക, നിങ്ങൾക്ക് നിങ്ങളുടെ റിസോഴ്സ് ചെറുതായിട്ട് പോലും, ആമേൻ, നിങ്ങൾക്ക് അതിനുള്ള സാഹചര്യങ്ങളില്ലാഞ്ഞിട്ട് പോലും നിങ്ങൾ ഹല്ലേലൂയ വിശ്വസ്തരായിരുന്നു. അവർ ദൈവവചനത്തെ എന്ത് ചെയ്തു? അവരെ ദൈവവചനത്തെ സൂക്ഷിച്ചു. എന്ന് വെച്ചാൽ എന്നാ? അവർ ദൈവവചനത്തെ ഒബേ ചെയ്തു. അവർ ആ വചനത്തിനകത്ത് നിന്നു. ആമേൻ. ആ വചനത്തിനകത്ത് അവർ ജീവിച്ചു. അവർ ആയിരിക്കുന്നിടത്തുള്ള സാഹചര്യങ്ങളെ അവർ കോംപ്രമൈസ് ചെയ്യുവാൻ തയ്യാറാകാതെ അവർ ദൈവവചനത്തെ ഒബേ ചെയ്യാൻ തയ്യാറായി. അവർക്ക് പ്രത്യേകിച്ച് ടാലൻറ്റുകളൊന്നുമില്ല, അവർക്ക് പ്രത്യേകിച്ച് കണക്ഷൻസുകളൊന്നുമില്ല, അവർക്ക് പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. പക്ഷേ അവർക്കുള്ള പ്രത്യേകത തന്നെ, അവർ ഒബീഡിയൻ്റ് ആയിരുന്നു, അനുസരണയുള്ളവരായിരുന്നു. അവർ കർത്താവിൻ്റെ വചനം എന്തു പറഞ്ഞോ അതിനകത്ത് അവർ നിൽക്കുവാൻ ആഗ്രഹിച്ചു, ജീവിക്കുവാൻ ആഗ്രഹിച്ചു. കോംപ്രമൈസ് ചെയ്യാതെ, സാഹചര്യങ്ങളിൽ കോംപ്രമൈസ് ചെയ്യാതെ ദൈവവചനത്തിൽ നിൽക്കുവാൻ ആഗ്രഹിച്ചു. അടുത്തത് പറയുന്നു, പിന്നെ പറയാം, നിങ്ങൾ എൻ്റെ നാമം നിഷേധിച്ചില്ല. എന്നാ അറിഞ്ഞ അർത്ഥം? ചിലരെ കണ്ടിട്ടില്ലേ, വിശ്വാസിയാന്ന് പറയാൻ നാണക്കേടാണ്. 10 പേര് കൂടുന്നിടത്ത് നിന്നിട്ട് പറയും, കുഴപ്പമില്ല, വിശ്വാസത്തെ തള്ളി പറയുക, യേശു എന്ന നാമത്തെ ആമേൻ പറയാതിരിക്കുക. അപ്പം ഇതൊക്കെ എന്ത് ചെയ്തു? അവർ ആ നാമം പറയുന്നതിന്, ആ നാമത്തെ ഏറ്റു പറയുന്നതിന് അവരെന്ത് ചെയ്തില്ല? അവർ നാണക്കേട് വിചാരിച്ചില്ല. അവർ പ്രതിഷ്ഠകളുടെ മധ്യത്തിൽ അവർ പ്രഷറുകളുടെ മധ്യത്തിൽ അവർ കോംപ്രമൈസിന് പോയില്ല. ആമേൻ. അവരുടെ വിശ്വാസത്തെ അവർ മറച്ചു വെച്ചില്ല. ആമേൻ. അവരായിരിക്കുന്ന എൻവയോൺമെൻറ്റിൽ പലരും ഈ വിശ്വാസത്തിനെതിരായിരിക്കാം, അല്ലെങ്കിൽ കളിയാക്കുന്നവരായിരിക്കാം. പക്ഷേ അവരെന്ത് ചെയ്തില്ല? അവർ ആ വിശ്വാസത്തെ മറച്ചു വെക്കുവാൻ തയ്യാറായില്ല. ഇന്ന് നിങ്ങളുടെ ബിസിനസ്സിൽ, നിങ്ങളുടെ കുടുംബത്തിൽ, നിങ്ങളുടെ കോളേജിൽ, നിങ്ങളുടെ പൊതുപരിപാടികളിൽ നിങ്ങളായിരിക്കുന്നിടത്ത് നിങ്ങൾ ഈ നാമം നിഷേധിക്കാറുണ്ടോ? പറയാതിരിക്കാറുണ്ടോ? മറക്കാറുണ്ടോ? മറച്ചു വെക്കാറുണ്ടോ? ഓർത്തോണം, ഒരിക്കലും പാടില്ല. അങ്ങനെ ചെയ്യുമ്പോൾ കർത്താവ് നമ്മളെ ഉയർത്തത്തില്ല. ഇപ്പോൾ ഒരു കമ്പനിയിൽ ഒരു വ്യക്തി ജോലി ചെയ്യാമെന്ന് വെച്ചു. ഇവന് വലിയ കഴിവും പ്രാപ്തിയൊന്നും ഇല്ലെങ്കിൽ പോലും ഇവൻ കമ്പനിയെ സ്നേഹിക്കുകയും എവിടെ ചെന്നാലും ഈ കമ്പനിയെക്കുറിച്ച് പറയുകയും കമ്പനിയുടെ ആ പേര് സൂക്ഷിക്കാൻ അവൻ ശ്രമിക്കുകയൊക്കെ ചെയ്താൽ
കമ്പനി എന്തു പറഞ്ഞിരിക്കുന്നു അതിനെ അതുപോലെ ഫോളോ ചെയ്യും. പക്ഷേ വലിയ കഴിവുള്ള ആളല്ല, വലിയ ടാലൻ്റുള്ള ആളൊന്നുമല്ല. പക്ഷേ അവൻ ലോയലാണെങ്കിൽ വേദോസം അവൻ നമുക്ക് അറിയാം, അവനെ ആയിരിക്കും കമ്പനി എപ്പോഴും ഉയർത്തുന്നത്. ഇതുപോലെ അവൻ ദൈവസന്നിധിയിൽ വിശ്വസ്തരാകുക. നമുക്ക് കഴിവ് കുറവായിരിക്കാം, ബലഹീനരായിരിക്കാം, പക്ഷേ നമ്മൾ കർത്താവിൻ്റെ സന്നിധിയിൽ വിശ്വസ്തരായിട്ട് നിൽക്കാമെങ്കിൽ, ആ നാമത്തെ തള്ളിപ്പറയാതെ മറയ്ക്കാതെ ഉയർത്തിപ്പിടിക്കാൻ തയ്യാറാകുന്നുവെങ്കിൽ, ദൈവവചനത്തെ നമുക്ക് ബലമില്ല എങ്കിൽ പോലും അതിനെ അംഗീകരിക്കാനും അതിൽ ജീവിക്കുവാനും നമ്മൾ തയ്യാറാകുന്നുവെങ്കിൽ, കർത്താവ് നമ്മളെ എപ്പോഴും ഉയർത്തുവാനും തയ്യാറ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്തിനാ ഈ ഓപ്പൺ ഡോർ നമ്മുടെ മുമ്പിൽ കർത്താവ് നമുക്ക് പുതിയ വഴികളൊക്കെ തരുന്നത് നമ്മളെ ഇമ്പ്രസ് ചെയ്യുവാൻ വേണ്ടിയല്ല, പക്ഷെ നമ്മളെ ടെസ്റ്റ് ചെയ്യുക. ആമേൻ. കർത്താവ് നമ്മുടെ മുമ്പിൽ ഒരു വാതിൽ തുറക്കുമ്പോൾ നമ്മുടെ ക്യാരക്ടർ, നമ്മുടെ സ്വഭാവം എങ്ങനെയെന്നുള്ളത് കർത്താവ് എപ്പോഴും നോക്കും. ആ ക്യാരക്ടറിനെ നമ്മൾ സൂക്ഷിക്കണം. അതിനുള്ള ഗ്രേസ് ദൈവം നമുക്ക് തരും, നമ്മുടെ സ്വഭാവത്തെ സൂക്ഷിക്കുവാൻ. അപ്പം ഇന്ന് പ്രഭാതത്തിൽ നിങ്ങളുടെ മുമ്പിൽ പുതിയ വാതിലുകൾ തുറക്കപ്പെടട്ടെ. എപ്പോഴെങ്കിലും വാതിലുകൾ അടഞ്ഞിരിക്കുന്നതായിട്ട് തോന്നുമ്പോൾ, ഗ്രേസ് നമ്മുടെ ജീവിതത്തിൽ വർക്ക് ചെയ്യുന്നില്ല എന്ന് തോന്നുമ്പോൾ നമ്മൾ നോക്കിയാൽ മതി, നമ്മൾ വചനത്തെ എത്രമാത്രം സൂക്ഷിക്കുന്നുണ്ട്, ഈ നാമത്തെ നമ്മൾ ഉയർത്താറുണ്ടോ എന്ന് നമ്മൾ ശ്രദ്ധിക്കണം. കർത്താവ് നിങ്ങളെ ഈ വചനത്താൽ അനുഗ്രഹിക്കട്ടെ. ഈ കരങ്ങളെ ഉയർത്തിയിട്ട് പറഞ്ഞാട്ടെ, ഹല്ലേലൂയ. കർത്താവെ, എൻ്റെ മുമ്പിൽ തുറന്ന വാതിലുകൾക്കായിട്ട് സ്തോത്രം. എൻ്റെ ബലം കുറവാണെങ്കിലും കർത്താവിൻ്റെ കൃപ എൻ്റെ മേൽ ഉള്ളതിനായിട്ട് സ്തോത്രം. ഞാൻ അങ്ങയുടെ വചനത്തെ സൂക്ഷിക്കും, ഞാൻ അങ്ങയുടെ നാമത്തെ ഒരിക്കലും നിഷേധിക്കത്തില്ല. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ പുതിയ വാതിലുകളിലേക്ക്, പുതിയ ഓപ്പർച്യൂണിറ്റീസിലേക്ക് പ്രവേശിക്കുകയാണ്. ആമേൻ. ആർക്കും അടയ്ക്കാൻ കഴിയാത്ത പുതിയ വാതിൽ എൻ്റെ മുമ്പിൽ ഓപ്പൺ ചെയ്തതിനായി സ്തോത്രം, യേശുവിൻ നാമത്തിൽ തന്നെ. കരങ്ങൾ ഉയർത്തി കർത്താവിന് ആമീൻ പറഞ്ഞാട്ടെ. നമുക്ക് ഒരുമിച്ച് വിളിച്ച് പറയാം. അവൻ എൻ്റെ തലയെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യും, എൻ്റെ പാനപാത്രം നിറഞ്ഞു കവിയും, നന്മയും കാരണം എൻ്റെ ആയുഷ്കാലമൊക്കെയും എന്നെ പിന്തുടരും. ആമേൻ, ആമേൻ, ആമേൻ. നമ്മൾ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ, കടൽക്കരയിലെ മണൽത്തരി പോലെ അത്യന്തം വർദ്ധിച്ചു വരും. വി ആർ ബ്ലസ്ഡ്, we are really blessed, we are permanently blessed and highly favored. God bless you, God bless you, God bless you.